നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അതുല്യ കലാകാരനാണ് കലാഭവൻ മണി. മണിയുടെ നാടൻ പാട്ടുകൾക്ക് ഇന്നും ആരാധകർ ഏറെയാണ്. സിനിമ അന്തർമേഖലകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കുന്ന ഒരു പ്രചാരണമായിരുന്നു. കരിമാടിക്കുട്ടൻ എന്ന സിനിമയിൽ മണിയുടെ നായികയായി ആദ്യം തിരഞ്ഞെടുത്തത് ദിവ്യ ഉണ്ണിയാണെന്നും, എന്നാൽ മണിയുടെ കളറും ജാതിയും ആരോപിച്ചവർ ആ സിനിമയിൽ നിന്നും പിന്മാറുകയും പിന്നീട് നന്ദിനി ആ കഥാപാത്രം അവതരിപ്പിച്ചുമെന്നും. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഈ ആരോപണത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി ദിവ്യ ഉണ്ണി. വിവാഹശേഷം സജീവ മലയാള സിനിമയിൽ നിന്നും പിന്മാറിയ താരം ഈ അടുത്താണ് സ്ക്രീനുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവർ മറുപടി അർഹിക്കുന്നില്ല. ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നത് തന്നെ കലാഭവൻ മണിയോടുള്ള അനാദരവായിരിക്കുമെന്നും ദിവ്യ ഉണ്ണി പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു മണിയെ അപമാനിച്ചുവെന്ന വിഷയത്തിൽ നടി വ്യക്തത വരുത്തിയിരിക്കുന്നത്. സത്യത്തിൽ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. കാരണം പ്രധാനമായും ഈ കമന്റുകൾ കൊണ്ട് തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ജസ്റ്റിഫിക്കേഷൻ പോലെയാകും, നമ്മുടെ ഒരു ഭാഗം പറയുന്നത് പോലെയാകും. അതിനെക്കുറിച്ച് പ്രതികരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നും, മണിച്ചേട്ടൻ പോയില്ലേ, മണിച്ചേട്ടന്റെയും എന്റെയും ബന്ധം എത്രയോ വലുതാണെന്നും, ആദ്യ സിനിമ മുതൽ എത്രയോ സിനിമകൾ ഒരുമിച്ച് ചെയ്തുവെന്നും ഇക്കാര്യത്തോട് പ്രതികരിക്കുന്നത് തന്നെ അനാദരവ് ആകുമെന്ന് തോന്നുന്നു. ആ ആത്മാവിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, എനിക്കറിയാം അതിന്റെ സത്യാവസ്ഥ. ഇങ്ങനെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ മറുപടി അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരം കമന്റുകൾ ഞാൻ വായിക്കാറില്ല എന്നും, മറുപടിയും എന്റെ സമയവും അവർ അർഹിക്കുന്നില്ല എന്നും, നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും അവർക്ക് കിട്ടുന്ന പ്രോത്സാഹനമാണെന്നുമാണ് ദിവ്യ ഉണ്ണി പ്രതികരിച്ചത്. മലയാള സിനിമയിലെ ഒരു നായിക നടി കലാഭവൻ മണിയെ നിറത്തിന്റെ പേരിൽ അപമാനിച്ചുവെന്ന വാർത്ത വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ദിവ്യ ഉണ്ണിയാണ് ആ നായിക എന്ന രീതിയിൽ അന്ന് വാർത്തകൾ പ്രചരിച്ചതുമാണ്. വർഷങ്ങൾക്കിപ്പുറവും ഈ വാർത്തകളുടെ പേരിൽ നടിക്ക് നേരെ നിരവധി സൈബർ ആക്രമണങ്ങളും മറ്റും നേരിടേണ്ടി വന്നിരുന്നു. മണി മരിച്ച വർഷങ്ങളായിട്ടും ദിവ്യ ഉണ്ണിയുടെ ഒരു പോസ്റ്റിന് താഴെയെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് മോശം കമന്റുകൾ വരാറുണ്ട്. അത് അത്രത്തോളം അദ്ദേഹം ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ്. സിനിമാ മേഖലയിൽ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ ഒരുപാട് അവഗണന നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് കലാഭവൻ മണി. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ വെളിപ്പെടുത്തൽ എത്രത്തോളം സ്വീകാര്യമാണെന്ന് അറിയില്ല. കാരണം അതിന് മറുപുറത്തുള്ളയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നത് തന്നെയാണ്.